പറയാലോ പുഷ്പേ. ആ സമയത്ത് എന്റെ ശരീരം വിറച്ചു തുടങ്ങിയതാ. ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ദേ നോക്കി, അത് പറയുമ്പോ എന്റെ കൈ ഇപ്പോഴും വിറയ്ക്ക. സത്യം പറഞ്ഞ ഈ CKC സാർ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ചാടിക്കടിക്കാൻ വരുമെങ്കിലും ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കയ്യിലുണ്ടെന്ന് ഇന്നലെ മനസ്സിലായത്. അയാളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മുഖം കണ്ടവളാണല്ലോ ഞാൻ. പുഷ്പ എന്താ ആലോചിക്കുന്നേ? ഇത് ആരോടെങ്കിലും പറയോ പുഷ്പേ? ഇല്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതിനകത്തിരിക്കുന്നവൻ ചത്തു പൊഴുത്തു നാറുമ്പോ എല്ലാവരും അറിഞ്ഞോളും. അല്ല രാജി, ആരെയാ CKC അലമാരയെ കൊണ്ടുവച്ച് പൂട്ടിയത്? അയാളെ രാജിക്ക് പരിചയമുണ്ടോ? ഒരു മൊട്ടത്തലേനാ. പണ്ടൊരിക്കൽ അയാള് CKC സാറിനെ കാണാനായിട്ട് ഇവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും അത് പവിത്രം തന്നെയായിരിക്കും. നോക്ക് രാജി, തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം കാണിക്കാം, അതും ആരോടും പറയരുത്. ഇല്ല. എന്താ പുഷ്പേ? നിക്ക. രാജി ഇന്നലെ കണ്ടത് ഇയാളാണോ നോക്കി? ഇയാളുടെ ഫോട്ടോ എവിടുന്ന് കിട്ടി? ഇയാളെ തന്നെയാണോ CKC സാർ ഇവിടെ കൊണ്ടുവന്നത്? അതേന്നേ, ഇയാള് തന്നെ. ഞാൻ വ്യക്തമായിട്ട് കണ്ടതല്ലേ. ഇത് തന്നെ. അല്ല, ഇത് പറ, പുഷ്പയ്ക്ക് എങ്ങനെ ഇയാളെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ഇത് രഹസ്യമായിട്ട് ഇരിക്കട്ടെ. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞ പോരെ. നീ കോഫി ഉണ്ട് മാഡത്തിന് കൊടുക്ക്. ആ ദുഷ്ടന്റെ ഗസ്റ്റ് ഹൗസ് എത്താറാ എവിടെ മോളെ? കുറച്ചു ദൂരം കൂടി ഉണ്ടമ്മേ. നീ ഒരു കാര്യമില്ലാതെ ആ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി പോയത് കൊണ്ടാ 15 മിനിറ്റ് ലേറ്റ് ആയത്. അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ആ വളവ് കഴിഞ്ഞ ഈ പറഞ്ഞ സ്ഥലം എത്തും. എന്റെ നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിക്കുക. വല്ലാത്തൊരു പേടി. അതെ, പേടിയാണെങ്കിൽ അമ്മ കാറിൽ നിന്ന് ഇറങ്ങണ്ട, വണ്ടി തന്നെ ഇരുന്നാ മതി. അത് വേണ്ട. അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിലേക്കൊന്നും നീ ഒറ്റയ്ക്ക് ചെല്ലൊന്നും വേണ്ട, ഞാനും വരാം. അപ്പോ ഈ അലമാരയ്ക്കകത്താണ് പവിത്രനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ? ഇത് തന്നെയാണോ മോളെ വീട്? അതെ അമ്മേ, ഇത് തന്നെയാ. നോക്കിയേ, CKC വില്ല എന്നുള്ള ബോർഡ് കണ്ടില്ലേ? അമ്മ ഇറങ്ങ്. ഈ വീടിനകത്ത് ഒന്നാമത്തെ നിലയിൽ നേരെ നടന്നു ചെല്ലുമ്പോ വലതുവശത്ത് ആദ്യം കാണുന്ന മുറിയില് പ്രണവും പവിത്രനും ഉണ്ട്. അണ്ണൻ കാണിച്ചെന്ന ഫോട്ടോയിലെ പെണ്ണ് മാത്രമല്ലല്ലോ, കൂടെ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ. വരട്ടെന്നേ, അവൾക്ക് ഈ മുറിയില് ജോഡിയായിട്ട് കിടക്കാനാ യോഗം എന്ന് കരുതിയാ മതി. ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കല്ലേ? എല്ലാം സെറ്റാണ്, വന്ന് കേറി തന്നാ മാത്രം മതി.
എന്തായാലും ഇത് ലോക്ക് ചെയ്ത് കാണും. വെറുതെ ഇതിൽ പിടിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ സീക്വൻസ് സാർ വന്നിട്ട് തീരുമാനിക്കും. ഫയലവിടെ വെച്ചേക്കും. സാർ വരട്ടെ. നിധി വെച്ചിരുന്ന മൈക്ക് കാണുന്നില്ലല്ലോ. ഇവിടെ എങ്ങാനും വീണോ? മൈക്കത്തിലിരിക്കുന്നത് കണ്ടതാണല്ലോ ഞാൻ. ശ്ശേ. ഇനി CKC എങ്ങാനും കണ്ടിട്ട് മൈക്കെടുത്ത് മാറ്റി കാണുമോ? എന്തായാലും ആദ്യം വിവരങ്ങളെല്ലാം നിധി അറിയിക്കാം. അതാ നല്ലത്. അമ്മേ, നോക്കിയേ, ഡോറ് തുറന്നു കിടക്കുക. ഇവിടെ ആരും കാണില്ലല്ലോ അല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണോ അകത്തേക്ക് കയറാൻ. നീ കയറ്, ഞാൻ കൂടെയുണ്ട്. അയ്യോ, ആരെയും കിടന്ന് വിളിക്കുന്നത്? കട്ടിയേ. നിർമ്മലാന്റിയാ വിളിക്കുന്നത്. ഇനിയിപ്പൊ ഇതിന്റെ ഇടയിൽ ഫോണൊന്നും എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാം. നീ കട്ടിയേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വരും ഇത് കേട്ടിട്ട്.